പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധം തുടരുന്നതിനിടെ നിയമ നടപടികളുമായി പ്രതിപക്ഷ പാർട്ടികൾ. വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും ഉപഹർജി നൽകി. കേരളം ഉൾപ്പെടെ നൽകിയ 200-ലധികം ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നാളെ പരിഗണിക്കും. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് ഒരു കൂട്ടം ഹർജികൾ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാണ് മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും നൽകിയ ഉപഹർജികളിലെ ആവശ്യം. ഹർജി ഇന്നലെ തന്നെ ഇത് വന്ന ഉടനെ തന്നെ ഞങ്ങൾ ടെലിഫോണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോചിച്ച് അവസാനം ഇന്നലെ തന്നെ ഞങ്ങൾ വക്കാലത്ത് കൊടുത്തു, ഫയൽ ചെയ്തു. ഇന്ന് കോടതി ഫയൽ ചെയ്തു. അപ്പോൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഹർജി ഇന്ന് അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. രജിസ്ട്രാർ ജനറലിന് കത്ത് നൽകിയ ശേഷം നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കോടതിയിൽ ഉന്നയിക്കാനായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെട്ട ബെഞ്ചിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നും ഹർജികളിൽ ഉടൻ വാദം കേൾക്കണമെന്നും കേരളവും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. ഇപ്പൊ തന്നെ അത് കോടതിയുടെ മുമ്പിലാണല്ലോ. കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞായിരുന്ന ആളുകൾ തുടർ നടപടികളിലേക്ക് വന്നിരിക്കുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള നിലവിലുള്ള മനുഷ്യന്റെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു വിഭജനത്തിന്റെ ശ്രമമാണ്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.